ഹായ് ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. സോ ഗൈസ്, നമുക്ക് പേപ്പർ വന്നിട്ടുണ്ട്. സോ നമുക്ക് പേപ്പർ എടുത്തിട്ട് എന്താണ് ഇന്നത്തെ പ്രധാന വാർത്തകളെന്ന് നോക്കാം. പേപ്പറുടെ ഫ്രണ്ട് പേജിൽ തന്നെ ടൊയോട്ടയുടെ പരസ്യമാണല്ലോ, മേക്ക് യുവർ വേ. ടൈസർ, അർബൻ ക്രൂസർ ടൈസർ. ഗൈസ്, പേപ്പർ നോക്കിയപ്പോൾ ഓർമ്മ വന്നു, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച്. കാരണം അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ ഭാവി ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് ഏത് പാർട്ടി ജയിക്കുന്നു, ആര് പുതിയ പ്രധാനമന്ത്രിയായി വരുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. ഒരു 3.0 വരുമോ, അതൊരു ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിന്ന് കണ്ടറിയാം. സോ എന്തൊക്കെ നടന്നാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യണേ, നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഹോപ്പ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ആര് ജയിക്കാനാണ് സാധ്യത കൂടുതൽ, നിങ്ങൾക്ക് ആര് ജയിച്ചാലാണ് നല്ലതെന്ന് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര മണിക്ക്? 11 മണി, രാവിലെ 8 മണിക്ക് തുടങ്ങും. ആദ്യ സൂചന 11 മണിയോടെ കിട്ടുമെന്നാണ് പേപ്പറിൽ എഴുതിയിരിക്കണേ. സോ എന്താവുന്നത് നമുക്ക് കണ്ടറിയാം. ഫസ്റ്റ് മനോരമ പേപ്പറിൽ വരെ പഠിച്ച് കയറി വാ മക്കളെ, മറ്റേ ദുബായ് ജോസ് അടിച്ച് കയറി വാ വരെ ഇവിടെ വരെ എത്തി. മനോരമ പേപ്പറിൽ വരെ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ കൊരട്ടി പള്ളിയിൽ നൊവേനയ്ക്ക് പോവാണ്. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് അന്തോണീസ് പള്ളിയുടെ നൊവേനയുണ്ട്. സോ അതിന് പോവാണ്. സോ അതാണ് ഇനി നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രോസ് ചെയ്ത് പോകണം. സോ എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. സോ നമ്മൾ അന്തോണീസ് പള്ളിയുടെ പള്ളിയിലൊക്കെ പോയി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ തിരിച്ചെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നമ്മുടെ മെയിൻ ദിവസമാണല്ലോ ഒന്ന്. സോ ജസ്റ്റ് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒരു സർപ്രൈസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ സുരേഷ് ഗോപി ലീഡിൽ നിൽക്കുകയാണ്. സോ സുരേഷ് ഗോപി ജയിക്കുമോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് എന്ത് സംഭവിക്കുന്നുള്ള അറിയില്ല. ലെറ്റ്സ് വെയിറ്റ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് 73,000 ലീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആറ്റിങ്കലിൽ 1688 ലീഡ് കാണിക്കുന്നത് UDFന്. അവിടെ എന്തെങ്കിലും തിരിമറി നടക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപിയും ആറ്റിങ്കലിലാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിൽ NDA 297ഉം ഇന്ത്യ 228ഉം അതേഴ്സ് 18ഉമാണ്. സോ വീണ്ടും ഒരു BJP 3.0 വരുമോ, നരേന്ദ്രമോദി 3.0 വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതോ ഇന്ത്യ എന്നുള്ള കോൺഗ്രസും ബാക്കി എല്ലാ പാർട്ടികളും ചേർന്നിട്ടുള്ള പ്രതിപക്ഷംകാർ ജയിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും എന്താ അഭിപ്രായങ്ങൾ എന്നുള്ളത് ഇലക്ഷൻ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ട പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ്